ഹലോ എവറി വൺ, വെൽക്കം ടു എൻട്രി ആപ്പ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു IBPSന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ IBPSന്റെ നോട്ടിഫിക്കേഷനിലെ ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിലും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഏജ് ക്രൈറ്റീരിയ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഫീ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ വേക്കൻസി ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം IBPS PO എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പോവുക. എല്ലാ കാര്യവും പറയുന്നുണ്ടാവില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ IBPSന്റെ നോട്ടിഫിക്കേഷൻ ആണ് IBPS PO 2021 നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് കാണാം അവരുടെ ലോഗോയും അതേപോലെ തന്നെ അവരുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെയാണ്. കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് വാട്ട് പ്രൊബേഷണറി ഓഫീസേഴ്സ് ഓർ മാനേജ്മെന്റ് ട്രെയിനീസ്. അപ്പൊ PO അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനീസ് എന്നാണ് പറയുന്നത്. ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ്. പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് വഴിയെ നോക്കാം. ഓതറൈസ്ഡ് വെബ്സൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. കംപ്ലൈന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ http:/cgrs.ibps.in അയച്ചാൽ മതി എന്നും അവർ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ക്വയറി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു cgrs.ibps.in നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ താഴോട്ട് വരുമ്പോൾ ഓൺലൈൻ എക്സാമിനേഷൻ ഫോർ ദി നെക്സ്റ്റ് കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫോർ selection of personnel for PO or MT post in the participating bank is tentatively scheduled in December-January 2022. ഓൺലൈൻ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ പെടും? പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, മെയിൻ എക്സാമിനേഷൻ ഉണ്ട്, പിന്നെ ലാസ്റ്റ് ഫേസ് ആയിട്ടുള്ള ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ വരിക. അപ്പൊ എക്സാമിന്റെ ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഡിസംബർ ജാനുവരി ആ ഒരു റേഞ്ചിലേക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്നാണ് അവർ ആദ്യം തന്നെ പറയുന്നത്. ഇനി എന്റെ താഴെ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ജനറൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെയും പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ള സംഗതി പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു PO ഓർ MT ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് എന്ന്. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇങ്ങനെ 14 ബാങ്കുകളിലേക്ക് 11 ബാങ്കുകളിലേക്കാണ് സെലക്ഷൻ നടക്കുന്നത്. ഓക്കെ, 11 ബാങ്കുകളിലേക്കാണ് സെലക്ഷൻ നടക്കുന്നത്. ഇനി അതിന്റെ ടെന്റേറ്റീവ് ഷെഡ്യൂൾ നമുക്കൊന്ന് നോക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ ഇൻക്ലൂഡിംഗ് എഡിറ്റ് ഓർ മോഡിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റുമാണ് പറയുന്നത്. ഓക്കെ, അത് 20/10/2021, അതായത് ഒക്ടോബർ 20 മുതൽ എന്ന് വരെ 10/11/2021 നവംബർ 10 വരെയാണ് ഈ ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. പേയ്മെന്റ് ഓഫ് ആപ്ലിക്കേഷനും ഈ ഒരു ഡേറ്റ് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നവംബർ 10 ശേഷം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. നവംബർ 10 അതിന് മുന്നെയോ എല്ലാം പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഹോൾ ടിക്കറ്റ് വരിക. ഓക്കെ, ഇനി നമ്മൾ ബാക്കിയുള്ള ഡേറ്റ്സ് നോക്കുവാണെങ്കിൽ കോൾ ലെറ്റർ ഫോർ പ്രീ എക്സാം ട്രെയിനിങ്, ഇതെല്ലാം SC/ST-കാർക്കുള്ളതാണ്. ഇനി നമ്മുടെ പ്രിലിമിനറി എക്സാമിന്റെ കോൾ ലെറ്റർ വരിക നവംബർ/ഡിസംബർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുക ഡിസംബർ 4-ഉം ഡിസംബർ 11-നുമാണ്. ഓക്കെ, നോട്ട് ഇറ്റ്, ഡിസംബർ 4-നും ഡിസംബർ 11-നും ആയിരിക്കും പ്രിലിമിനറി എക്സാം നടക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ടെന്റേറ്റീവ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇനി റിസൾട്ട് ഓഫ് പ്രിലിമിനറി വരുന്നത് ഡിസംബർ ജാനുവരിയിലായിരിക്കും. കോൾ ലെറ്റർ, മെയിൻ എക്സാമിനുള്ള കോൾ ലെറ്റർ വരുന്നത് ഡിസംബർ ജാനുവരിയിൽ തന്നെ ആയിരിക്കും. ഇനി മെയിൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ജാനുവരിയിലായിരിക്കും. ഓക്കെ, ഇതൊരു ജാനുവരി മിഡോട് കൂടിയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഫെബ്രുവരി 1 കൂടിയിട്ട് റിസൾട്ട് വരും. ഇനി ഇന്റർവ്യൂവിനുള്ള കോൾ ലെറ്റർ ഫെബ്രുവരി ലാസ്റ്റോട് കൂടിയിട്ട് വരും. കണ്ടക്ഷൻ ഓഫ് ഇന്റർവ്യൂ ഫെബ്രുവരി ലാസ്റ്റോ അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് നടക്കും. പ്രൊവിഷണൽ അലോട്ട്മെന്റ് ഏപ്രിൽ 2022 നടക്കും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു IBPSന്റെ എക്സാംസും അതേപോലെ ഇന്റർവ്യൂ വരെയുള്ള കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ് നടക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇവർ പറഞ്ഞിരിക്കുന്നത് കാൻഡിഡേറ്റ്സ് ഇന്റൻഡിങ് ടു അപ്ലൈ ഫോർ CRP PO MT 11
should ensure that they fulfill the minimum eligibility criteria specified by IBPS. അപ്പൊ അത് എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പൊ നമുക്ക് ആ സ്പെസിഫൈഡ് ബൈ IBPS എന്താണെന്ന് നോക്കാം. നാഷണാലിറ്റി ഓർ സിറ്റിസൺഷിപ്പ്, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. അതാണെങ്കിൽ നിങ്ങൾ ബാക്കിയൊന്നും നോക്കണ്ട. ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രൊവിഷൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാഷണാലിറ്റി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിന്റെ ക്രൈറ്റീരിയ വായിച്ചു നോക്കുക. ഓക്കെ. ഇനി ഏജ് ലിമിറ്റ് അവർ പറയുന്നത് മിനിമം 20 years, മാക്സിമം 30 years. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2/10/1991. അപ്പൊ 10ാം മാസം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ആണ്. അപ്പം ഒക്ടോബർ 2/1991 അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് 1/10/2001, അതും ഒക്ടോബർ ആണ്. ഒക്ടോബർ 1, 2001 ഇടയ്ക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവർക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ബോത്ത് ഡേറ്റ് ഇൻക്ലൂസീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒക്ടോബർ 2, 91 ഒക്ടോബർ 2 ജനിച്ചവർക്കും 2001 ഒക്ടോബർ 1 ജനിച്ചവർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് അവര് സ്പെസിഫൈ ചെയ്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. SC/STക്ക് 5 വർഷം റിലാക്സേഷനും OBCക്ക് നോൺ ക്രീമി ലെയർ 3 years റിലാക്സേഷനും പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി 40% ഡിസബിലിറ്റി എബവ് ഉള്ളവർക്ക് 10 വർഷം റിലാക്സേഷനും എക്സ് സർവീസ്മെൻ 5 വർഷം റിലാക്സേഷനുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കി ഉള്ള പേഴ്സൺ അഫക്റ്റഡ് ബൈ 1984 റയോട്ട്സ് 5 year റിലാക്സേഷനും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി ഇതിന്റെ താഴെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. The relaxation in upper age limit to SC/ST OBC candidates is allowed on cumulative basis with only one of the remaining categories for which age relaxation is permitted as mentioned above in point number 2 to number 3. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. The maximum age limit specified is applicable to general category candidates and economically weaker section candidates. അപ്പൊ 20 to 30 എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് പറഞ്ഞിരിക്കുന്നതാണ്. ഇതിൽ നിന്നാണ് ഈ റിലാക്സേഷൻ. നിങ്ങൾക്ക് എത്രയാണോ റിലാക്സേഷൻ അത് ഈ അപ്പർ ഏജിനോട് ആഡ് ചെയ്തെടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവരുടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പോയിന്റ്സ് എല്ലാം വായിച്ചു നോക്കാവുന്നതാണ്, ഇൻ കേസ് അതൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ. ഇനി നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അവർ പറഞ്ഞിരിക്കുന്ന ആസ് ഓൺ 10/11/2021, അതായത് 10/11/2021 എന്ന് പറഞ്ഞാൽ നവംബർ 10 ആണ്. അതായത് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ നവംബർ 10 എന്തുണ്ടായിരിക്കണം? എ ഡിഗ്രി ഓർ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ എനി ഇക്വിവാലന്റ് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് സച്ച് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം, ഒരു UG റെക്കഗ്നൈസ്ഡ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതർവൈസ് ഇക്വലന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇഫ് യു ആർ എ ഗ്രാജുവേറ്റ് ഓൺ ഓർ ബിഫോർ November 10, you can apply for this post. Okay. The candidate must possess a valid mark sheet or degree certificate that he or she is a graduate on the day he or she registers and indicate the percentage of marks obtained in graduation while registering online. അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പെർസെൻറ്റേജിന്റെ പ്രൂഫ് ഉണ്ടായിരിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൺസേൺഡ് യൂണിവേഴ്സിറ്റിയുടെ ഇൻഫർമേഷൻ കൗണ്ടറിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആവശ്യത്തിനാണ് പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൊടുക്കുക. മാർക്ക് ഷീറ്റിൽ നിന്ന് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് പെർസെൻറ്റേജ് കാൽക്കുലേഷൻ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് ഷീറ്റ് കയ്യിൽ മതിയാകും. അപ്പോൾ ഒരു വാലിഡ് മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതാണ് ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി അവർ നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓൾ ദി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മെൻഷൻ should be from a university or institution or board recognized by the government of India or approved by the government regulatory bodies, and the final result should have been declared on or before 2021 November 10. അതാണ് ആ നവംബർ 10 മുന്നേ അല്ലെങ്കിൽ നവംബർ 10 നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് ഡിക്ലെയർഡ് ആയിരിക്കണം എന്നാണ് അവര് പറയുന്നത്. പ്രോപ്പർ ഡോക്യുമെന്റ് ഫ്രം ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ഫോർ ഹാവിംഗ് ഡിക്ലെയർഡ് ദ റിസൾട്ട് ഓൺ ഓർ ബിഫോർ 10/11/2021 ഹാസ് ടു ബി സബ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഇന്റർവ്യൂ. നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ സമയത്ത്, നിങ്ങളുടെ DVയുടെ സമയത്ത് നിങ്ങൾ ഇത് ഈ സമയത്ത്, അതായത് നവംബർ 10 മുന്നേ പാസ്സായതിന്റെ പ്രൂഫ് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. ഇനി അതിന്റെ എന്തൊക്കെയാണ് ഹാജരാക്കേണ്ടത് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ. ഡീറ്റെയിൽസുകളും കാര്യങ്ങളും എങ്ങനെയാണ് കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജ് കാൽക്കുലേഷൻ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്.
The percentage mark shall be arrived at by dividing the total marks obtained by the candidate in all the subjects in all the semesters or years by aggregate maximum marks. Okay. അപ്പോൾ ഇപ്പം 1000 മാർക്കാണ് ടോട്ടൽ എൻ്റെ എക്സാമിന്റെ മാർക്ക്. അതിൽ എനിക്ക് കിട്ടിയത് 910 മാർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ മാർക്സ് ഒബ്റ്റൈൻഡ് ഡിവൈഡഡ് ബൈ അഗ്രിഗേറ്റ് മാക്സിമം മാർക്സ് ഇൻ ഓൾ ദി സബ്ജക്ട് മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പൊ ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ 1000-ൽ 910 മാർക്കാണ് എനിക്കുള്ളത് എങ്കിൽ ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ പെർസെൻറ്റേജ്. ദാറ്റ് ഈസ് 91% മാർക്കാണ് എനിക്കുള്ളത്. ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. This will be applicable for those universities also where class or grade is decided on the basis of honors mark only. അപ്പോൾ അങ്ങനെയാണ് ഓണേഴ്സ് മാർക്ക് ഓൺലി അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്കാണ് ഇത് ആപ്ലിക്കബിൾ ആവുക എന്നാണ് പറയുന്നത്. ക്ലാസ്സോ ഗ്രേഡോ ഓണേഴ്സ് മാർക്കോ എന്തെങ്കിലും. അപ്പൊ നിങ്ങളുടെ ആ ഒരു കൃത്യമായിട്ടുള്ള പെർസെൻറ്റേജ് കൺവേർഷൻ നിങ്ങൾ നടത്തുക. ഓക്കെ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു മാനദണ്ഡം വെച്ചിട്ടായിരിക്കണം നിങ്ങൾ പെർസെൻറ്റേജ് കൺവേർഷൻ നടത്തേണ്ടത്. ദ ഫ്രാക്ഷൻ ഓഫ് പെർസെൻറ്റേജ് സോ അറൈവ്ഡ് വിൽ ബി ഇഗ്നോർഡ്. ദാറ്റ് ഈസ് 59.99% will be treated as less than 60 and 54.99% will be treated as less than 55. അപ്പൊ നിങ്ങൾക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ള പെർസെൻറ്റേജ് ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. 59.99 ഉണ്ടെങ്കിൽ അത് 60ക്ക് താഴെയായിട്ട് അവർ ട്രീറ്റ് ചെയ്യുള്ളൂ എന്നാണ് അവർ എക്സാമ്പിൾ ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി റിസർവേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. OC കാറ്റഗറിയിലുള്ളവർക്ക് ഇവിടെ വായിച്ചു നോക്കാം. ഓക്കെ, എന്തായാലും നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഉൾപ്പെടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ചു നോക്കാവുന്നതാണ്. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് നോക്കാനുള്ളത് ഇവിടെ ഡിസബിലിറ്റീസിന്റെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്, സ്ക്രൈബിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക. ഓക്കെ, പ്രീ എക്സാം ട്രെയിനിങ്ങിന്റെ കാര്യം SC/ST കാൻഡിഡേറ്റ്സിനുള്ളത് പറയുന്നുണ്ട്. PET അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് CRP ഓൺലൈൻ എക്സാമിനേഷൻ എങ്ങനെയാണ് എക്സാം നടക്കുക. സോ ഫസ്റ്റ് വൺ പ്രിലിമിനറി എക്സാമിനേഷൻ. പ്രിലിമിനറി എക്സാമിനേഷനിലെ ടെസ്റ്റ് സെക്ഷൻസ് ഏതൊക്കെയാണുള്ളത്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, അതിൽ 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. ഇംഗ്ലീഷ് തന്നെയാണ് മീഡിയം ഓഫ് എക്സാം. സെക്ഷണൽ ടൈം 20 മിനിറ്റ്സ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുമ്പോൾ 35 ഇംഗ്ലീഷ് ഓർ ഹിന്ദി 20 മിനിറ്റ്സ്. റീസണിങ് എബിലിറ്റി ആകുമ്പോൾ സെയിം 35 ഇംഗ്ലീഷ് ഓർ ഹിന്ദി 20 മിനിറ്റ്സ്. അപ്പൊ മൂന്നിനും 20 എന്നിങ്ങനെ ടോട്ടൽ 60 മിനിറ്റ്സ് 1 അവറുള്ള എക്സാം ആണ്. 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് എന്നുള്ള രീതിയിലാണ് പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുക. So candidates have to qualify in each of the 3 tests by securing minimum cut-off mark. എല്ലാത്തിനും മിനിമം കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കും, അത് സെക്യൂർ ചെയ്യണം. ടു ബി ഡിസൈഡഡ് ബൈ IBPS. Adequate number of candidates in each category as decided by IBPS depending upon requirement will be shortlisted for main examination. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ ആണ് അവർ. കട്ട് ഓഫ് ക്ലിയർ ആവുന്നവർ മെയിൻ എക്സാമിന് ഷോർട്ട് ലിസ്റ്റഡ് ആവും. ഇനി മെയിൻ എക്സാം എങ്ങനെയാണ് നടക്കുക? നെയിം ഓഫ് ടെസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 45 ക്വസ്റ്റ്യൻ 60 മാർക്ക്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് അല്ല, ഇംഗ്ലീഷിലും ഹിന്ദിയിലും മീഡിയം ഉണ്ട്. 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ നിങ്ങൾക്ക് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിന് മാത്രമായിട്ട് കിട്ടും. ഓക്കെ, ഇനി ജനറൽ എക്കണോമി ബാങ്കിങ് അവയർനെസ് അതാവുമ്പോൾ 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മീഡിയം ഉണ്ട്. 35 മിനിറ്റ്സ് ആണ് ഇവിടെ കിട്ടുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആകുമ്പോൾ 35 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ഇംഗ്ലീഷ് ആണ് മീഡിയം, 40 മിനിറ്റ് ആണ് അവിടെ കിട്ടുക. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആകുമ്പോൾ 35 ക്വസ്റ്റ്യൻ 60 മാർക്ക്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ആണ് മീഡിയം, 45 മിനിറ്റ്സ് ആണ് അവിടെ കിട്ടുക. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ടോട്ടൽ 3 അവേഴ്സ് ആണ് വരുന്നത്. 155 ക്വസ്റ്റ്യൻ 200 മാർക്ക് എന്നിങ്ങനെ 3 മണിക്കൂറിലുള്ള ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റും പ്ലസ് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ലെറ്റർ റൈറ്റിംഗ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും നിങ്ങൾക്കുണ്ടായിരിക്കും. 2 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ഇംഗ്ലീഷിലായിരിക്കും മീഡിയം, അതിന് എക്സ്ട്രാ 30 മിനിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ ടോട്ടൽ 3 അവർ, അങ്ങനെ 3.5 മണിക്കൂർ ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ മെയിൻ എക്സാമിനേഷന്റെ ആ ഒരു ഡ്യൂറേഷൻ വരിക. ഓക്കെ, ഇനി അവിടെ ഇന്റർവ്യൂവിനുള്ള ഷോർട്ട് ലിസ്റ്റിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മേ ബി ഇവാലുവേറ്റഡ് ബൈ ആൻ ഓട്ടോമേറ്റഡ് സ്കോറിംഗ് മെക്കാനിസം. അതെങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്, വായിച്ചു നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ് ഉണ്ട്. സോ 0.25 1/4 ഓഫ് ദ മാർക്കാണ് പെനാൽറ്റി ആയിട്ട് വരിക. ഇനി എക്സാമിനേഷൻ സെന്ററിന്റെ കാര്യം, അതേപോലെ സ്കോറിന്റെ കാര്യം, ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, സോ താഴേക്ക് വരുമ്പോൾ ഇന്റർവ്യൂവിന്റെ കാര്യം പറയുന്നുണ്ട്.
Candidates who have been shortlisted for the online main examination will be subsequently be called for an interview to be conducted by the participating banks and coordinated by the nodal bank in each state or UT with the help of IBPS. Interview shortlist ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Interviews will be conducted at selected centers. The center address of the venue, time and date of interview will be informed to the shortlisted candidates in the call letter. അപ്പോൾ അതെല്ലാം call letterൽ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. So അതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. ടോട്ടൽ മാർക്സ് ഓഫ് അലോട്ടഡ് ഇന്റർവ്യൂ ആർ 100, 100 മിനിമം ക്വാളിഫയിങ് മാർക്സ് ഓഫ് ഇന്റർവ്യൂ വിൽ നോട്ട് ബി ലെസ് ദാൻ 40%, 40 മാർക്കിൽ കുറയാൻ പാടില്ല. അത് SC ST OBC PWD കാൻഡിഡേറ്റ്സിന് 35% പറഞ്ഞേക്കുന്നത്. ദ വെയിറ്റേജ് ഓഫ് ഓൺലൈൻ മെയിൻ എക്സാം ആൻഡ് ഇന്റർവ്യൂ വിൽ ബി 80:20 റെസ്പെക്റ്റീവ്ലി. അപ്പൊ സ്കോർ വെയിറ്റേജ് ഓഫ് ഓൺലൈൻ മെയിൻ എക്സാമിന്റെ സ്കോർ 18, അതേപോലെ ഇന്റർവ്യൂ 20, ഇങ്ങനെയാണ് അതിന്റെ വെയിറ്റേജ് വരിക എന്നാണ് പറഞ്ഞേക്കുന്നത്. Combined final score of candidates shall be arrived at the basis of scores obtained by the candidate on online main examination and interview. അപ്പൊ മെയിൻ എക്സാമിലെ നിങ്ങളുടെ മാർക്കും ഇന്റർവ്യൂവിന്റെ മാർക്ക് കൂടെ ആഡ് ചെയ്തൊരു ടോട്ടൽ വെയിറ്റേജിലായിരിക്കും നിങ്ങളുടെ ആ ഒരു കട്ട് ഓഫും കാര്യങ്ങളും എല്ലാം വരിക എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് അതെല്ലാം നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് പ്രൊഫഷണൽ അലോട്ട്മെന്റ് കാര്യമൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം വായിച്ചു നോക്കാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഐഡന്റിറ്റി വെരിഫിക്കേഷന്റെ കാര്യം പറയുന്നുണ്ട്. ഐറ്റംസ് ടു ബി പെർമിറ്റഡ് ഇൻ ടു ദ വെന്യൂ ഓഫ് കാൻഡിഡേറ്റ്, എക്സാമിന് എന്തൊക്കെ കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാം. കാൻഡിഡേറ്റ് രജിസ്ട്രേഷന്റെ കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ പോസ്റ്റ് എക്സാമിനേഷൻ കൺട്രോൾ, ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവണം. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷന്റെ ഫോർമാറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. സിഗ്നേച്ചർ ക്യാപിറ്റൽ ലെറ്ററിൽ പാടില്ല എന്ന് പറയുന്നുണ്ട്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഷുഡ് ബി പ്രോപ്പർലി സ്കാൻഡ് ആൻഡ് നോട്ട് സ്മഡ്ജ്ഡ്, അപ്പൊ കൃത്യമായിട്ട് സ്കാൻ ചെയ്തും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡിക്ലറേഷന്റെ സെന്റൻസ് ഇവിടെയാണ്. I hereby declare that all the information submitted by me in the application form is correct, true and valid. I will present the supporting document as and when required. IBPS clerk in the same declaration sentence തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഫീസിന്റെ കാര്യം പറയുമ്പോൾ 175 രൂപയാണ് SC ST PWBD കാൻഡിഡേറ്റ്സിനുള്ളത്. ഇനി ബാക്കിയുള്ള ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് 850 രൂപയുമാണ് എക്സാമിന്റെ ഫീസിന്റെ കാര്യം അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി താഴോട്ടുള്ള കാര്യങ്ങളിൽ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ഇതെല്ലാം ഉണ്ടാവണം എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ മോഡ് ഓഫ് പേയ്മെന്റിന്റെ കാര്യം, എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ജനറൽ ഇൻസ്ട്രക്ഷൻസ്, എന്തൊക്കെയാണ് ജനറൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നുണ്ട്. സോ ഇനി നമുക്ക് താഴോട്ട് വരുമ്പോൾ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, വേക്കൻസി നോക്കാനുണ്ട്. വേക്കൻസി താഴെയാണ്, ഏറ്റവും താഴെയാണ് വേക്കൻസി വരുന്നത്. ഇതാ ഇവിടെയാണ് വേക്കൻസി വരുന്നത്. സോ നിങ്ങൾക്ക് സ്ക്രീൻ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വിസിബിൾ ആണെന്ന് തോന്നുന്നു. സോ ഇതിനകത്ത് ഇൻഡിക്കേറ്റീവ് വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് നോക്കുക, SC ST OBC EWS UR ടോട്ടൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വേക്കൻസി അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി PWD കാൻഡിഡേറ്റ്സിനായിട്ടുള്ള HI OC VI ID ഇങ്ങനെ 4 തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ളവർക്കും അവിടെയുള്ള വേക്കൻസിയുടെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസി 4135 ഔട്ട് ഓഫ് ദ ജനറൽ 1600. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് NR കാണാനായിട്ട് സാധിക്കും. നോട്ട് റിപ്പോർട്ടഡ്, അതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഈ നോട്ട് റിപ്പോർട്ടഡ് ഈസ് നോട്ട് ഈക്വൽ ടു 0, അതായത് 0 എന്നല്ല അതിന്റെ അർത്ഥം. ഓക്കെ, 0 എന്നല്ല അതിന്റെ അർത്ഥം, ഇവര് വിളിക്കും എന്ന് തന്നെയാണ്. ഇവിടെ ഇന്ത്യൻ ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കും ഉള്ള 2 ജയന്റ് ബാങ്കാണ് വിളിച്ചിട്ടുള്ളത്. ബാങ്ക് ഓഫ് ബറോഡ 0 തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. സോ അത് വിളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. PCIയിൽ നിന്ന് ജസ്റ്റ് ഔട്ട് ആയിട്ടുള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. ഈ നോട്ട് റിപ്പോർട്ടഡ് വേക്കൻസി എല്ലാം വേക്കൻസി ആയിട്ട് മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 4135 1600, 404 EWSന്, 1102 OBCക്ക്, 350 SC STക്ക്, 670 679 SC. ഇങ്ങനെയാണ് വേക്കൻസി ഡീറ്റെയിൽസ് പറയുന്നത്. ഇനി HIക്ക് 58, OCക്ക് 37, VIക്ക് 48, IDക്ക് 67 എന്നിങ്ങനെയും വേക്കൻസി ഉണ്ട്. സോ ടോട്ടൽ 4135 എന്ന് പറയുന്ന ഒരു വലിയ നമ്പർ ഓഫ് വേക്കൻസിയാണ് IBPS ഇത്തവണ റിലീസ് ചെയ്തിരിക്കുന്നത്. സോ ഇൻക്ലൂഡിങ് ബാക്ക്ലോഗ് വേക്കൻസീസ് ഫോർ സം ബാങ്ക്, ഇതിൽ ഇൻക്ലൂഡിംഗ് ബാക്ക്ലോഗ് വേക്കൻസിയും ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എക്സാമിനേഷൻ സെന്റേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഓരോ കൃത്യമായിട്ട് വായിച്ചു നോക്കാം. നമുക്കിപ്പോൾ കേരളത്തിന്റെ സെന്ററിന്റെ കാര്യങ്ങൾ നോക്കാം.
കേരളത്തില് ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, ട്രിവാൻഡ്രം, തൃശൂർ എന്നിങ്ങനെ പ്രിലിമിനറി എക്സാമിനും കൊച്ചി, ട്രിവാൻഡ്രം മെയിൻ എക്സാമിനും സെന്റേഴ്സ് ഉണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ വായിച്ചു നോക്കാവുന്നതാണ്. നമ്മളിപ്പോൾ കേരളത്തിന്റെ കാര്യം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. ഇനി അനക്സ്റ്റേഴ്സ് ആണ്, ഗൈഡ് ലൈൻസ് ഫോർ സ്കാനിങ് ഡോക്യുമെന്റ്സ്. അങ്ങനെയുള്ള അനക്സ്റ്റേഴ്സ് 1, 2, 3 ഇതെല്ലാം നിങ്ങൾക്ക് റിലേറ്റഡ് ഡൗട്ട്സ് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കാം. സെൽഫ് ഡിക്ലറേഷൻ ഫോം ഉണ്ട്, ഇത് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാനായിട്ട് സാധിക്കും. സോ ഇത് നിങ്ങൾ എക്സാമിനേഷന്റെ ടൈമിൽ നിങ്ങൾക്ക് കോൾ ലെറ്ററിന്റെ കൂടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഫോംസ് ആണ്, നിങ്ങൾ ഓരോ കാറ്റഗറി കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഇത് കൊടുക്കുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതിനുള്ള ഫോംസും കാര്യങ്ങളും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. 2 ആപ്ലിക്കേഷൻ ഫോർ ദ കേസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, അവർ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇനി ഫോംസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഒബിസി ഇത് കൊടുക്കണം. ഇനി അതേപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ബൈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ഇത് കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. വാലിഡ് ഫോർ ദ ഇയർ. ഓക്കെ, ഇനി താഴോട്ട് വരുമ്പോ ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നുമില്ല. ഇനി ഫോംസ് ആണ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഫോം ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ.